ഹായ് ഗൈസ്, ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ സച്ചിക്ക് ആന്റണി ഒരുക്കിയ കെണിയിൽ ചെന്ന് പെടുന്നത് സുധിയാണ്. കാറുമായിട്ട് വീടിന് വെളിയിലോട്ട് ഇറങ്ങുന്ന സുധിയുടെ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. നമ്മുടെ സച്ചി ആണെങ്കിൽ കാറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊന്നും സച്ചിയുടെ കാറിന് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സച്ചി കാറുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് സുധി വീടിനരികിലായിട്ട് കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് പുറത്തിറങ്ങി നിൽക്കുന്നത് കാണിക്കുന്നത്. സുധിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ക്ലയന്റിനെ കാണാൻ പോവേണ്ടതുണ്ട്. സച്ചിയെ കണ്ട പാടത്തിന് സുധി കാറ് നിർത്തിക്കുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സച്ചിയോട് കാറിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചി കാറിന് എന്താ സംഭവിച്ചെന്ന് പരിശോധിക്കുന്ന സമയം കൊണ്ട് സുധി ആണെങ്കിൽ ഒരു ഉടായ്പ് കാണിക്കാണ്. അതായത് സുധിക്ക് എത്രയും പെട്ടെന്ന് ഒരു ക്ലയന്റിനെ കാണേണ്ടതുണ്ട്. സച്ചിയോട് ചോദിച്ചപ്പോ സച്ചി കാറ് കൊടുത്തില്ല കേട്ടോ. ആ ദേഷ്യത്തിന് സുധി സച്ചിയുടെ കാറിൽ കയറിയിട്ട് ആ കാർ എടുത്തോണ്ട് പോകുന്നുണ്ട്. സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി കാരണം സുധിക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കാണ്. ഇതിലൂടെ ശ്രുതി ജീവിതത്തിൽ നല്ലൊരു പാഠം പഠിക്കാണ്. അപ്പോൾ സുധിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്ന ആ ഒരു കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആന്റണി ആണ് കേട്ടോ. ആന്റണിയോട് ഒരു ഗുണ്ട ചോദിക്കുന്നുണ്ട്, അണ്ണാ എന്താടാ? അത് പിന്നെ അണ്ണാ, ഇതിലൂടെ ആ സച്ചി ഒറ്റയടിക്ക് തട്ടിപ്പോവില്ല അല്ലേ? അതൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തായാലും അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രൂപത്തിലാവുന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഈ ആന്റണിക്ക് അത് മതി. അവനും അവന്റെ ഭാര്യയും കുറച്ച് നാളായി എന്നോട് മുട്ടാൻ തുടങ്ങിയിട്ട്. ശരിക്കും അവർക്ക് ഈ ആന്റണി അറിയില്ല. ഞാൻ അവർക്ക് പണിയും പോലെ പണിതാലേ അവർക്ക് കിട്ടേണ്ടത് കിട്ടും. എന്നാലും ആന്റണിയെന്നാ ആ സച്ചി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിലാവണമെന്ന എന്റെ പ്രാർത്ഥന. ഇല്ലാന്നുണ്ടെങ്കിലേ അവൻ ഇതിന് പിന്നിലുള്ള ഓരോ വ്യക്തികളെയും അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെ വല്ലതും സംഭവിച്ചാലേ അവൻ നമ്മളെ വെച്ചേക്കത്തില്ല. നീയൊക്കെ എന്തിനാടാ ഗുണ്ടയാണെന്നും പറഞ്ഞ് നടക്കുന്നേ? നീയൊക്കെ ശരിക്കും പറഞ്ഞ ഗുണ്ടകൾക്ക് അപമാന. അല്ല, ഈ പറഞ്ഞ അണ്ണനും സച്ചിയെ പേടിയില്ലേ? എനിക്കൊരുത്തനെ പേടിയില്ല. അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഈ സാഹസത്തിന് ഈ ആന്റണി ഇറങ്ങി തിരിക്കില്ല. എന്തായാലും നാളെ നേരം വെളുക്കുമ്പോ അവന്റെ കഥ അതോ ഗതിയായിരിക്കും. എന്ന് വെച്ചാ നാളെ മുതൽ ചിലപ്പോ അവന് ഹോസ്പിറ്റൽ വാസം, അല്ലെങ്കിൽ അവന് ദൈവത്തിന്റെ അടുത്തോട്ട് പോവാം. എന്നെങ്കിലും അവന്റെ കാലനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അതവന്റെ ഭാര്യയായിട്ട് ഒരല്പം മുന്നേ ആക്കിയെന്ന് മാത്രം. ഓക്കെ, അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയുടെ അടുത്ത് മീരയുണ്ട് കേട്ടോ. ഷോ മീരെ, ആന്റണി വിളിക്കുന്നില്ലല്ലോ. ഓ, അയാൾക്ക് കുറച്ച് സമയം കൊടുക്ക്, അയാൾ വിളിച്ചോളൂ. എന്നാലും എനിക്ക് പേടിയാകുന്നു. ആ ആന്റണി കാറ് തുറക്കുന്ന സമയത്ത് സച്ചി അത് കണ്ട് അങ്ങോട്ട് വന്നാലോ? അയ്യോ, പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ആന്റണി എന്റെ പേര് പറയില്ലേ? അതിലൊരു സംശയവും വേണ്ട. അതെങ്ങാനും സച്ചി കണ്ടാലേ പിന്നെ ആന്റണിയുടെ കാര്യം പോക്ക, നിന്റെ കാര്യം പോക്ക. അതോ ഗതിയെന്ന് വേണമെങ്കിൽ പറയാം. ഷോ മീരെ, നീ ആകെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. ദേ ശ്രുതി, ഇത് പിടിക്കപ്പെട്ടാലുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞതാ. അത് മാത്രമല്ല, ആ ആന്റണി കാറിന്റെ കീ കിട്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നെന്നാ നീ കരുതിയിരിക്കുന്നത്? ദേ, സച്ചിയോടുള്ള പകയ്ക്ക് അയാൾ ആ കാറിൽ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കും. പിന്നീട് സച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നീ കരുതുന്നത് പോലെ എല്ലാ കാര്യങ്ങളൊന്നും. കാറിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാലേ അയാൾ പിന്നെ ജീവനോട് ഇരിക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഒന്നാമതേ നീ പറഞ്ഞു കൂട്ടുന്ന കള്ളത്തിന്റെ ഒക്കെ ആഴം എന്താണെന്ന് നിനക്ക് ഒട്ടും അറിഞ്ഞൂടാ. ഇങ്ങനെ ഒന്നിനു പുറമെ ഒന്നായിട്ട് തെറ്റ് മാത്രം ചെയ്യാതെ ശ്രുതി, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ആ നവീൻദാസിന് കീഴടങ്ങി കൊടുക്കണോ? അവൻ വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത്. സച്ചിയുടെ കാറിന്റെ കീ ഒപ്പിച്ചാ പിന്നെ നവീൻദാസിന്റെ കാര്യങ്ങളൊക്കെ ആന്റണി നോക്കിക്കോളൂന്നാ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. പിന്നെ സച്ചിയുടെ കാര്യം, അവനോട് എനിക്ക് തീർത്താ തീരാത്ത പകയാ. അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രത്യേകിച്ച് ദുഃഖമൊന്നും വരാൻ പോകുന്നില്ല. എൻ്റെ ജീവിതത്തിലെ കാലനവൻ. അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊരു തുള്ളി കണ്ണുനീര് പോലും വരില്ല. ശോ, വല്ലാത്തൊരു ജന്മം തന്നെയാ ശ്രുതി നീ. നിന്നെ കൊണ്ട് എങ്ങനെയാ ഇതിനൊക്കെ പറ്റുന്നത്? ദേ, ആ സച്ചിയും രേവതിയൊന്നും അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ദേ മീരെ, നിർത്തിക്കോ. അവരെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇവിടം കൊണ്ട് നിർത്തിക്കോ. നീ വലിയ നന്മമരം ഒന്നും കളിക്കണ്ട. അവരെ എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ കൂടെ ഞാൻ ഇത്രയും കാലം ജീവിച്ചതും. അതുകൊണ്ട് പറയുക, എൻ്റെ അത്ര നിനക്ക് അവരെ അറിയില്ല. ഓ, ഇനി നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും എന്നെ കൂട്ട് വിളിക്കണ്ട. എനിക്ക് വയ്യ ഇങ്ങനെ മനസാക്ഷിയില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ. ഇതും പറഞ്ഞ് മീര പോകുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, പോടി, അല്ലെനും നീ എനിക്ക് എന്ത് ഹെൽപ്പാ ചെയ്തു തന്നിട്ടുള്ളത്? ആ ബീരാനെ ഏർപ്പെടുത്തിയ പോലെ ഓരോ കുഴി കൊണ്ട് ചാടിക്കും. അവസാനം ഞാൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കര കയറി പറ്റണം. ഇത് കേട്ടപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല. ഓ, വല്ലാത്ത ചെവിയാ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സുധി ഉറങ്ങാൻ പോകുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ സുധിയുടെ അടുത്തോട്ട് ചന്ദ്ര വരുന്നുണ്ട്. മോനെ സുധി, എന്താമ്മേ? നിന്നെ ആ കള്ളി വിളിക്കോ മറ്റോ ചെയ്തോ? ഏയ് ഇല്ലമ്മേ. ഇനി അവൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ വേണം. അവൾ എപ്പോൾ വിളിച്ചാലും നീ ഫോൺ എടുക്കരുത്. അല്ലെനും നീ എന്തിനാ മോനെ അവളുടെ നമ്പർ നിന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുന്നത്? അതങ്ങ് ഡിലീറ്റാക്കി കളഞ്ഞേക്ക്.
അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തേക്ക്. അവളെനി വിളിച്ചറിയില്ലല്ലോ. അവളുടെ നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടൊന്നും കാര്യമില്ലമ്മേ. അവൾ വേറെ നമ്പറിൽ നിന്ന് എന്നെ വിളിക്കും. അപ്പോൾ എൻ്റെ മോൻ്റെ തലേന്ന് അവൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ആ മോനെ, ഞാൻ നല്ലൊരു വക്കീലിനെ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ നമുക്ക് വക്കീലിനെ കാണാൻ പോകണം. അമ്മേ, നമ്മളെന്തിനാ വക്കീലിനെ കാണാൻ പോകുന്നത്? മോനെ, നമുക്കെന്തിനാ ഇനി ആ കള്ളിയായിട്ടുള്ള ബന്ധം? ആ ബന്ധം എന്തായാലും നമുക്കിനി വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത് മോൻ കേൾക്കണം. നാളെ തന്നെ ശ്രുതിക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി വക്കീൽ ഓഫീസിൽ പോകണം. അമ്മേ, എനിക്ക് നാളെ വരാൻ പറ്റത്തൊന്നുമില്ല. എനിക്ക് നാളെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോകണം. ഏത് ക്ലയൻറ്റിനെ? നീ എന്നിട്ട് അതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മേ, അത് പെട്ടെന്നൊരു ക്ലയൻറ്റ് വിളിച്ചതാ. നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഓക്കേന്നും പറഞ്ഞു. ഓ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പോട്ടെ. എന്തായാലും ക്ലയൻറ്റിനോട് വരാമെന്ന് പറഞ്ഞതല്ലേ. ക്ലയൻറ്റിനെ കണ്ടതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. എൻ്റെ പൊന്നമ്മേ, എൻ്റെ തലയാകെ പെരുത്ത് നിൽക്കുക. ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അമ്മ എന്തിനാ ഇത്ര പെട്ടെന്ന് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്? എടാ മോനെ, അമ്മ പറയുന്നേ കേൾക്ക്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല അമ്മ പറയുന്നത്. അമ്മ എഴുന്നേറ്റേ. എന്താടാ? അമ്മ എഴുന്നേൽക്ക്. എഴുന്നേറ്റു. എന്താ? ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇതും പറഞ്ഞിട്ട് അമ്മയെ നേരെ മുറിക്ക് പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുറത്ത് നിർത്തിയിട്ട് സുധിയാണെങ്കിൽ പെട്ടെന്ന് കയറി ഡോറടിക്കാൻ. എടാ തുറക്കടാ. ഇവൻ പെട്ടെന്ന് കഥകടിച്ചു. അല്ലേനും ഇവൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രുതി തന്നെയാ. അവൾ ആ മനസ്സിന് എങ്ങനെയെങ്കിലും എടുത്തു കളയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. അവൾ വീണ്ടും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ നിന്ന് അവൾ മാറുന്നില്ലല്ലോ. ആ പെരുങ്കള്ളി എൻ്റെ മകൻ്റെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചന്ദ്രമതി ഏതറ്റം വരെ വേണമെങ്കിലും പോവും. എൻ്റെ മകൻ ഒരു സുന്ദരിയായി പെങ്കൊച്ചിനെ കണ്ടെത്തണം. അതും നല്ല സ്വത്തും പ്രൗഢിയുള്ള വീട്ടിൽ നിന്ന് തന്നെ വേണം. ഒരു പെൺകുട്ടിയെ ചന്ദ്ര എന്തായാലും കണ്ടുവച്ചിട്ടുണ്ട്. നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ലക്ഷ്മിയോടൊന്ന് കാര്യം ധരിപ്പിക്കണം. ഇതും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി അമ്പലത്തിൽ പോയി വരുന്ന വഴിയാണ് കേട്ടോ. ഈ ലക്ഷ്മി ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. സാധാരണ ഞാൻ കാറിൽ അമ്പലത്തിൽ പോവാറ്. ഇതിപ്പോൾ ഇവളെ കാണാൻ വേണ്ടിയാ ഇങ്ങനെ ഇറങ്ങി നടന്ന് മനുഷ്യന്റെ നടുവേദനിച്ചു തുടങ്ങി. എന്നിട്ട് ഈ ലക്ഷ്മിയെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ഒരു വീടിന്റെ ഗേറ്റും തുറന്ന് ഒരു സ്ത്രീ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത്. അതാണ് കേട്ടോ ലക്ഷ്മി. ലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ നടക്കുന്നുണ്ട്. ചന്ദ്രയെ കണ്ടപാടെ തന്നെ ലക്ഷ്മി ചന്ദ്രയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രേ. അയ്യോ, ഇതാര്? ലക്ഷ്മിയോ? ചന്ദ്രേ, നീ അമ്പലത്തിൽ പോയതാണോ? അതെ, രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോവാന്ന് കരുതി. അതേതായാലും നന്നായി. ഇപ്പൊ വീട്ടിൽ ഓരോ ദോഷങ്ങളല്ലേ, അതൊക്കെ മാറാൻ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നത് എന്തുകൊണ്ട് നല്ലതാ. അല്ല, ലക്ഷ്മി എന്തുദ്ദേശിച്ചാ പറഞ്ഞത്? ഞാൻ നിന്റെ വീട്ടിലെ കാര്യമോ പറഞ്ഞത്. നിന്റെ മൂത്ത മകന്റെ ഭാര്യ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി പോയെന്ന് കേട്ടു. ചന്ദ്രേ, സത്യം പറഞ്ഞ ആ പെങ്കുച്ചി വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയാണോ പോയത്? അതോ നീ ആ പെങ്കുച്ചിന്റെ അടുത്ത് നിന്റെ പട്ടാളച്ചിട്ട് എങ്ങാനും എടുത്തോ? ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? എന്നോടാരും പറഞ്ഞില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരി ഉണ്ടല്ലോ, ഭാമ. അവര് ക്ലബിൽ ചെന്നപ്പോഴേ ആരോടൊക്കെയോ പറയുന്നത് കേട്ടതാ. ഭാമയോ? അതേന്നേ. ഭാമ അങ്ങനെയൊന്നും പറയത്തില്ല. അത് നിന്റെ വിശ്വാസം. ഞാൻ കേട്ട കാര്യമാണ് പറഞ്ഞത്. ഞാനിത് പുറത്ത് ആരും അറിഞ്ഞിരിക്കില്ലെന്ന് കരുതി. ആ കള്ളി ഭാമ. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ ചന്ദ്രേ, നീ എന്താ ആലോചിക്കുന്നത്? ഭാമ പറഞ്ഞത് ശരിയാ. അവള് വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയതാ. പേരും കള്ളിയായിരുന്നു അവള്. എന്തു പറ്റി ചന്ദ്രേ? വാ തുറന്ന് നുണ മാത്രം പറയത്തുള്ളൂ. നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം ആ പേരും കള്ളി വാ തുറക്കുന്നത്. നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. നിന്നോട് മാത്രം. അവള് മലേഷ്യക്കാരിയാണ്. മലേഷ്യയിൽ കോടീശ്വരൻ്റെ മകളാണ്. അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അതൊക്കെ പച്ച കള്ളമായിരുന്നു. ചന്ദ്രേ, പച്ച കള്ളമായിരുന്നോ? അതെ. എൻ്റെ ചന്ദ്രേ, അതും പറഞ്ഞ് നീ എത്ര അഹങ്കരിച്ചതാ. ശവത്തി കുത്താതെ. എന്നാലും എൻ്റെ ചന്ദ്രേ, നിന്റെ മരുമകൾ കൊമ്പത്ത് ഏതോ കുടുംബക്കാരാണെന്നും പറഞ്ഞ് നീ ക്ലബിൽ വന്ന് എന്തൊക്കെ അഹങ്കാരം കാണിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവം തന്നെ മനസ്സിലാക്കി തന്നു. എന്നിട്ടിപ്പോൾ ആ പെരുങ്കലി വീട്ടിൽ പോയോ? അവൾ എങ്ങോട്ടൊക്കെയോ പോയി. അല്ല, അവള് മലേഷ്യയിലോട്ടാണോ തിരിച്ചു പോയത്? ആണെങ്കിൽ ഇപ്പം എനിക്കെന്താ? എന്തായാലും എൻ്റെ മോൻക്കും എനിക്കും അങ്ങനെ ഒരു പെണ്ണിനെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരണ്ട. അപ്പം നീ എന്താ ചെയ്യാൻ പോകുന്നത്? ബന്ധം വേർപിരിക്കാൻ പോകുന്നോ? അതെ, ഇന്ന് എന്നെ നല്ലൊരു വക്കീലിനെ കാണും. എന്നിട്ട് അവൾക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ പോവാ. കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. എൻ്റെ ചന്ദ്രേ, ഇതൊക്കെ ഇത്ര എടിപിടിയെന്ന് വേണോ? ആ പെങ്കൊച്ചൊരു നുണ പറഞ്ഞതല്ലേ. നിന്റെ മകന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും കള്ളം പറഞ്ഞത്. ലക്ഷ്മി, ഇതിപ്പം നിന്റെ ഭാഗത്താ സംഭവിച്ചെന്ന് ആലോചിക്കേ. നിന്റെ മരുമകളാ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ നീ എങ്ങനെ പ്രതികരിക്കും? എനിക്കങ്ങനെ പണക്കാരി മരുമക്കളോ സൗന്ദര്യമുള്ളവളൊന്നും വേണമെന്നില്ല. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഭംഗി, പിന്നെ സ്വത്തും കാര്യമൊന്നും വേണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. എൻ്റെ മക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് ശരിയാ, നിങ്ങളൊക്കെ വലിയ പാരമ്പര്യമായി പണക്കാരല്ലേ. നിനക്കെന്താ കുറവ്?
നിനക്ക് ആ വീടും പറമ്പൊക്കെ ഇല്ലേ? പിന്നെ നിന്റെ രണ്ടാമത്തെ മരുമകൾ കോടീശ്വരിയല്ലേ? രണ്ടാമത്തെ മരുമകളല്ല, മൂന്നാമത്തെ. ഞാൻ മരുമകളായി കൂട്ടുന്നതി വേണേ നിനക്ക് രണ്ടാമത്തേന്ന് പറയാം. അല്ല, നീ എപ്പോഴും അവളെ രണ്ടാമത്തെ മരുമകൾ എന്നല്ലേ പറയാറ്? അതുകൊണ്ട് പറഞ്ഞതാ ചന്ദ്രേ. നടുക്കൊരുത്തിയുണ്ട്, അവളാണെങ്കിൽ കാശിന് ഗതിയില്ലാത്തവള്. 5 പൈസ പോലെ ഇറക്കാതെയാ ചുളിവിന് അവളുടെ അമ്മ അവളെ കെട്ടിച്ചു വിട്ടത്. അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. അതെ ലക്ഷ്മി, ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കാനൊന്നും അല്ല വന്നത്. പിന്നെ എൻ്റെ മകന് നല്ലൊരു ബന്ധം വേണേ ചന്ദ്രേ. അതിനവൻ്റെ ഡിവോഴ്സ് കഴിയട്ടെ, എന്നിട്ടല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അത് നീ പറഞ്ഞത് ശരിയാ, ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കിട്ടും. അതിനു മുമ്പേ ഒരു പെണ്ണിനെ കണ്ടുവെക്കണ്ടേ? അത് നീ പറഞ്ഞത് ന്യായമാ. ലക്ഷ്മി, നിന്റെ ഏട്ടനില്ലേ സതീശൻ? നിന്റെ സതീശേട്ടൻ്റെ ഒരു മോൾക്ക് വിവാഹം നോക്കുന്നില്ലേ? ഉണ്ട്. ആ പെൺകുട്ടി നമ്മുടെ സുധിക്ക് നല്ല മാച്ചല്ലേ? എന്ത്? അയ്യേ, എന്താ ചന്ദ്ര നീ പറയുന്നത്? ആ കൊച്ചിനാകപ്പാടെ 25 വയസ്സേ ഉള്ളൂ. നിന്റെ മുതുക്ക മോനി അവളെ കെട്ടിച്ചു കൊടുക്കണോ? ഒന്ന് പോയേ ചന്ദ്രേ, തമാശ പറയാതെ. എന്ത്? നീ എന്താടി എൻ്റെ മോനെ കുറിച്ച് പറഞ്ഞത്? മുതുക്ക മോനെന്ന്? എടി ചന്ദ്രേ, നീ അല്ലാതെ അവന് വേണ്ടിയിട്ട് ആ കൊച്ചിനെ ആലോചിക്കോ? ആ കൊച്ചിനെ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ട്, ഡോക്ടറാവാൻ പഠിക്കാണത്. ഈ കൊല്ലം കഴിഞ്ഞ് ആ കൊച്ചു ഡോക്ടറാ. ഇപ്പൊ അതിന് കല്യാണം നോക്കുന്നതേ, അടുത്ത കൊല്ലം അതിന്റെ കല്യാണം കഴിക്കാനാ. നല്ല തമാശ. ആ കൊച്ചിന് 2ാം കെട്ടിയാനായി നിന്റെ മോനോ? അതും ഒന്നുമില്ലെങ്കിലും ചന്ദ്രേ, ആ സുധിക്ക് എത്ര പ്രായം കാണും? എടി, എൻ്റെ മോൻ അതിന് മാത്രം പ്രായമൊന്നുമില്ല. അവന് 30 വയസ്സായുള്ളൂ. 30 വയസ്സോ? എൻ്റെ ചന്ദ്രേ, നീ എന്നെ കൊണ്ട് ചിരിപ്പിക്കാതെ. എടി, 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ കെട്ടാപ്രായമായി നിൽക്കുന്നവരാ. ലക്ഷ്മി, നിന്റെ ചിരി നിർത്തിക്കോ. എനിക്ക് പെരുവിരല് തടുത്ത് വരുന്നുണ്ട്. എൻ്റെ കൈവീശി നിന്റെ കരണത്തൊരെണ്ണം തരും. എന്നാ നീ ഒന്ന് തന്നു നോക്ക്. ഇതുകൊണ്ടൊക്കെ തന്നെയാടി ഞാൻ പറഞ്ഞത്, എൻ്റെ ഏട്ടൻ്റെ മോളെ നിന്റെ മോന് കെട്ടിച്ച് തരത്തില്ല. അതിനാർക്ക് വേണടി നിന്റെ ഏട്ടൻ്റെ മോനെ? നീ കൊണ്ടുപോയിട്ടേ ഏതെങ്കിലും ചാവാലിയുടെ തല കെട്ടിവെക്ക്. എടി ചന്ദ്രേ, വാക്ക് സൂക്ഷിച്ച് സംസാരിച്ചോ. നിന്റെ മുതുക്ക മോനെ ആ ചെറിയ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കാനിട്ടാ. എടി, ഒന്ന് പോടി ചന്ദ്രേ. ഇതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടുന്ന് ഓടാണ് കേട്ടോ. എൻ്റെ മോൻ എന്താ ഒരു കുറവ്? അവനെ കാണാൻ സൗന്ദര്യമില്ലേ? പിന്നെ അവനെ പഠിപ്പിച്ച് അവൻ 7 ഡിഗ്രി ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോഴാണെങ്കിൽ വലിയൊരു ഷോറൂമിന്റെ മുതലാളിയാ. എന്നിട്ടും അവൾ എന്തിനാ അങ്ങനെ എന്നോട് പറഞ്ഞത്? എന്നാലും എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞത് എനിക്കത്ര ദഹിച്ചിട്ടില്ല. അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ആ ഭാമയെ ഇതിനെല്ലാത്തിനും കാരണം. അവളെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ പോകുന്നത് ഭാമയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സുധിയാണ് കേട്ടോ. സുധി വീട്ടിൽ നിന്ന് കാർ എടുത്തോണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് സുധിയുടെ ക്ലയന്റ് വിളിക്കുന്നത്. സുധി പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ സാർ, എവിടെയാടോ സുധി? കുറേ നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുക. സർ, ഞാൻ ഇപ്പം എത്താം. എനിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിപ്പോയി. ഇത്രയും നേരത്തെ മീറ്റിങ്ങോ? സുധി, ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സുധി എന്തായാലും എത്രയും പെട്ടെന്ന് വരൂ. ശരി സാർ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം എത്താം. ശരി. അങ്ങനെ സുധി ഫോൺ വെച്ചിട്ട് കാറ് മുന്നിലോട്ട് എടുക്കാൻ കേട്ടോ. കുറച്ച് മുന്നിലോട്ട് പോയപ്പോൾ തന്നെ സുധിയുടെ കാറ് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ഈ കാറിന് എന്താ പറ്റി? ഈശ്വര, ഇന്നത്തെ ഓർഡർ പോകുമെന്നാ തോന്നുന്നത്. ഈ കാറ് സ്റ്റാർട്ടാവുന്നില്ലല്ലോ. അത്യാവശ്യത്തിന് കാർ എടുക്കുമ്പോൾ മാത്രമേ പണി പിന്നാലെ വരത്തുള്ളൂ. ഈ കാറെന്താ ഇങ്ങനെ? അങ്ങനെ സുധി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിന്റെ മുൻവശമൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ പല സംഭവങ്ങളും നോക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഈ കാറിന്ന് വർക്ക്ഷോപ്പിൽ എത്തിക്കണമെങ്കിലും പണിയാണല്ലോ. ഇനി അതിന് കുറെ കാശ് ചെലവാവും. പുല്ല്. പിന്നെ കാണിക്കുന്നത് രേവതിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന സച്ചിയാണ്. രേവതി, ഞാൻ ഇറങ്ങാം കേട്ടോ. സച്ചേട്ടാ, ഞാനും ഇറങ്ങാം. എനിക്ക് കുറച്ച് പൂ കൊടുക്കാൻ പോകണം. ആണോ? അല്ല, വർഷയുടെ അടുത്തപ്പം ആരാ? അമ്മ ഇവിടെ കാണാനില്ലല്ലോ. അമ്മ അമ്പലത്തിൽ പോയതാണെന്നാ തോന്നുന്നത്. എന്നാലും വരേണ്ട സമയം ആയല്ലോ. അമ്മ ഇപ്പോൾ വരുമായിരിക്കും. പിന്നെ ശ്രീകാന്ത് അകത്തില്ലേ? ഞാൻ പോയി വരുന്നത് വരെ ശ്രീകാന്ത് ഇവിടെ ഉണ്ടാവും. ശരി. രേവതി, ശ്രദ്ധിച്ചൊക്കെ പോയിട്ട് വരണം. ശരി സച്ചേട്ടാ. അങ്ങനെ 2 പേരും അവിടെ നിന്ന് ഇറങ്ങാനിട്ടോ. ആദ്യം സച്ചി കാർ എടുക്കുന്നുണ്ട്. അങ്ങനെ കാർ എടുത്ത് സച്ചി ഒരു വഴിക്ക് തിരിയാന്, രേവതി മറ്റൊരു വഴിക്ക് തിരിയാനിട്ടോ. സച്ചി അങ്ങനെ കാറുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുധിയെ കാണുന്നത്. ഇവനിവിടെ എന്തെടുക്കുക? ഇതും പറഞ്ഞിട്ട് സച്ചി ഒരു സൈഡിൽ കാർ ഒതുക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി കാറിൽ നിന്ന് ഇറങ്ങാനിട്ടോ. എടാ, നീ ഇവിടെ എന്തെടുക്കുക? കാറിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് നിൽക്കണോ? ഒന്ന് പോടാ. കാറിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റിയ സമയം അല്ല. നിന്റെ ഭാര്യ പോയ പിന്നെ നിനക്ക് സമനില തെറ്റിയോന്ന് അറിയത്തില്ലല്ലോ. സച്ചി, എന്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കരുത്. അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. നീ എന്താ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നേ? എടാ, ഈ കാർ എനിക്ക് പണി തന്നു. അത്യാവശ്യമായിട്ട് എനിക്കൊരു ക്ലയന്റിനെ ചെന്ന് കാണണേ. അത് കൊള്ളാലോ. എടാ, നീ വിശ്വസിച്ചെടുത്ത കാറല്ലേ? അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ കാറ് നിനക്ക് പണി തരുമെന്ന്. സച്ചി, പെട്ടുപോയില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇതെങ്ങനെയെങ്കിലും എനിക്ക് കൊണ്ടുപോകണം.
എൻ്റെ ക്ലയൻറ്റ് എന്നെ വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് സുധിയുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നുണ്ട്. ഓ, ഈ പിശാചെതിരെ ഇങ്ങനെ വിളിക്കുന്നത്. എടാ സുധി, ആരാ അത്? ഇതേ ആ ക്ലയൻറ്റാ. ഓഹോ, അത് ശരി, ക്ലയൻറ്റിനെയാണോ പിശാചെന്ന് വിളിക്കുന്നത്? നല്ല തുടക്കം തന്നെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കാറ് ബ്രേക്ക് ഡൗൺ ആണെന്ന് ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞതാ. വീണ്ടും എന്തിനാ അയാൾ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്നേ? എടാ, അവർക്കെല്ലാം ഓർഡർ കിട്ടേണ്ടത് നമുക്കാണ്. ആ സാമാന്യബോധം നിനക്കുണ്ടോ? ഉണ്ടായിട്ട് എന്താ കാര്യം? ഷേ, നാശം. ഒരു വഴിക്ക് ഇറങ്ങിയാലോ പണി തരാം. പെട്ടെന്നാണ് സുധിയുടെ കണ്ണിൽ സച്ചിയുടെ കാറ് പെടുന്നത്. അപ്പൊ തന്നെ സച്ചി പറയുന്നുണ്ട്, എടാ, ഈ കാർ തൽക്കാലം ഇവിടെ കിടക്കട്ടെ. നിനക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകേണ്ടത് അത്യാവശ്യമല്ലേ? നീ എൻ്റെ കാറിൽ കയറ്, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. എടാ സച്ചി, നീ ആ കാറിൻ്റെ കീ ഒന്ന് തന്നെ. അതെന്തിനാ? കാറിൻ്റെ കീ അതിനകത്താ? കാറിനകത്താണല്ലേ? സച്ചി, ഞാൻ നിന്റെ കാർ എടുത്തോട്ടെ? ക്ലയൻറ്റിനെ കണ്ട് പെട്ടെന്ന് കൊണ്ടുതരാം. അത് നടക്കത്തില്ല. അങ്ങനെ നിനക്ക് എൻ്റെ കാറ് തന്നാലേ ഇന്നത്തെ എൻ്റെ മുഴുവൻ ഓട്ടവും പോവും. അത് ശരിയാത്തില്ല. നിനക്കെപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എടാ സച്ചി, അത്യാവശ്യമായതുകൊണ്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ ഞാൻ ഷോറൂമിൽ ഡ്രോപ്പ് ചെയ്ത് തരാം. ഓഹ്, ഇവൻ എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാണ്. വേണമെങ്കിൽ കാറി കയറ്. പെട്ടെന്നാണ് കേട്ടോ സുധിയുടെ തലയിൽ ഒരു ഐഡിയ ഉദിക്കുന്നത്. ഇത് തന്നെയാ പറ്റിയ മാർഗം. എടാ സച്ചി, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. എൻ്റെ കാറിന് എന്താ പറ്റിയെന്ന് നോക്ക്. അത് പിന്നെ നോക്കാലോ. ഇപ്പം നിനക്ക് ക്ലയൻറ്റിനെ കാണേണ്ടത് അത്യാവശ്യമല്ലേ? നീ വന്ന വണ്ടി കയറ്. ഏയ്, അത് പറ്റത്തില്ല. കാറില്ലാതെ പോയാലേ ഒരു ഗുമ്മുണ്ടാകത്തില്ല. പിന്നെ ഗുമ്മൽ എന്ത് കാര്യം? നമുക്ക് ഓർഡർ കിട്ടുകയല്ലേ വേണ്ടത്. നിനക്കതായിരിക്കും വേണ്ടത്. പക്ഷേ എനിക്കതല്ല. എടാ, എന്തിനാണ് ഒരു കുറവ് വിചാരിക്കുന്നത്? നീ കാറിൽ തന്നെയല്ലേ വന്നിറങ്ങുന്നത്. നിന്റെ കാർ ഒരു ടാക്സി കാറല്ലേടോ. എന്നാ പിന്നെ നീ എൻ്റെ കാറിൽ കയറണ്ട. സച്ചി, നീ ഒരു കാര്യം ചെയ്യ്. എൻ്റെ കാറിന് എന്താ സംഭവിച്ചെന്നൊന്ന് നോക്ക്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് സച്ചിയാണെങ്കിൽ കാറിന്റെ മുൻവശം പൊന്തിച്ച് നോക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ സുധി സച്ചിയുടെ കാറിൽ പോയി കയറുകയാണ്. ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോടാ, അപ്പൊ പിന്നെ ഇത് തന്നെയാ വഴി. ഇതും പറഞ്ഞുകൊണ്ട് സുധി കാർ എടുക്കാൻ കേട്ടോ. പെട്ടെന്നാണ് സച്ചി കാണുന്നത്. അപ്പോഴത്തേക്കും സുധി കാർ എടുത്ത് അവിടുന്ന് പോവാണ്. എടാ നിർത്ത്. ഷേ, അവൻ കാറുമായിട്ട് പോയി. ദുഷ്ടൻ, മനസാക്ഷി ഇല്ലാത്തവൻ. ഷോ, ഇനിയിപ്പം ഞാൻ വീട്ടിലോട്ട് പോണ്ടേ? അവനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഓ, എൻ്റെ കാറിനൊന്നും പറ്റാതിരുന്നാ മതിയേനെ. അയ്യോ, ആ കാറ് ഞാൻ എടുത്തപ്പോഴേ ബ്രേക്ക് എന്തോ കുറവുണ്ടായിരുന്നു. അതൊക്കെ അവൻ ശ്രദ്ധിക്കോ ആവോ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് ഫോൺ എടുത്ത് സുധിക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. സുധി പറയുന്നുണ്ട്, നിന്റെ ഫോൺ എടുത്തിട്ട് നിന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. അങ്ങനെ വീണ്ടും വീണ്ടും സച്ചി വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് സുധി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, എടാ സുധി, നീ എൻ്റെ കാർ കൊണ്ട് പോയല്ലേ? പോയി. നീ ചോദിച്ചിട്ട് തന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ കാർ എടുത്തോണ്ട് പോയി. എടാ, നീ ഇങ്ങോട്ട് വാ. നിന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ വെക്കാൻ കേട്ടോ. വീണ്ടും സച്ചി വിളിക്കുന്നുണ്ട്. അങ്ങനെ സുധി ഫോൺ എടുക്കുന്നുണ്ട്. എന്താടാ? എടാ സുധി, നീ വെക്കല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താന്ന് വെച്ചാ പറയ്. എടാ, അതിന്റെ ബ്രേക്ക് ഒരല്പം കുറവാണ്. പിന്നെ ബ്രേക്ക് നീ ഒന്ന് വെച്ചിട്ട് പോടാ. ഈ വണ്ടി നിനക്ക് പൊന്നുപോലെ അവിടെ തന്നെ കൊണ്ടുതരും എൻ്റെ സച്ചി. നീയേ എൻ്റെ കാർ കഴിയുമെങ്കിലും ഒന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്ക്. പിന്നെ എനിക്ക് അതല്ലേ പണി. നീ മര്യാദയ്ക്ക് എൻ്റെ കാറും കൊണ്ട് ഇങ്ങോട്ട് ആ ബ്രേക്കിന്റെ നോക്കിക്കോളണം. ഞാൻ നോക്കിക്കോളാം. ഇതും പറഞ്ഞുകൊണ്ട് സുധി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴാണ് രേവതി സ്കൂട്ടറായിട്ട് അതിലൂടെ വരുന്നത്. അല്ല, സച്ചിയുടെ എന്താ ഇവിടെ നിൽക്കുന്നേ? കാർ എവിടെ? ഒന്നും പറയണ്ട രേവതി, കാറുമായിട്ട് ആ പെരുങ്കാളം പോയി സുധി. അദ്ദേഹം എന്തിനാ നിങ്ങളെ കാർ എടുത്തത്? ഇത് അദ്ദേഹത്തിന്റെ കാറാണല്ലോ. അവന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. എന്റെ കാറും എടുത്ത് എന്നെ പറ്റിച്ച് പോയതാവന്. എന്നിട്ട് സച്ചി നടന്ന സംഭവം രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, അപ്പൊ സച്ചിയേട്ടൻ്റെ ഏട്ടൻ സച്ചിയേട്ടനിട്ട് പണി തന്നു അല്ലേ? അവനിങ്ങ് വരട്ടെ, അവന് ഞാൻ വെച്ചിട്ടുണ്ട്. സച്ചിയേട്ടാ, അത്യാവശ്യമായിട്ട് പോയതല്ലേ, അത് വിട്ടേക്ക്. ഓക്കെ. അങ്ങനെ സുധി കാറുമായിട്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. പെട്ടെന്ന് മുന്നിൽ നിന്ന് വലിയൊരു ടിപ്പർ ലോറി വരുന്നുണ്ട്. സുധിയാണെങ്കിൽ സ്പീഡ് കുറച്ച് ബ്രേക്ക് ചെറുതായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കാറാണെങ്കിൽ സുധിയുടെ കൺട്രോളിൽ കിട്ടുന്നില്ല. അയ്യോ ഈശ്വര, ഈ കാറിന് ബ്രേക്ക് ഇല്ലേ? അയ്യോ, കാറെ ഒന്ന് നിക്ക്. ഈശ്വര, എന്തൊക്കെയാ സംഭവിക്കുന്നത്? അയ്യോ അയ്യോ. പെട്ടെന്ന് സച്ചിയുടെ കാറിന് വന്നിട്ട് ഒരു ലോറി അങ്ങ് ഇടിച്ച് കയറ്റാണ്. അതിൽ സുധിക്ക് നല്ല പരിക്ക് പറ്റാണ് കേട്ടോ. സുധിയാണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് പുറത്തോട്ട് ഒരൊറ്റ തെറിച്ച് വീഴലാണ്. സുധിയുടെ തല പൊട്ടി ചോര ഒരുപാട് ഒഴുകുന്നുണ്ട് കേട്ടോ. ആളുകളാണെങ്കിൽ ചുറ്റും കൂടുന്നുണ്ട്. എന്നാൽ അവിടുത്തെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ശരത്ത് പച്ചക്കറി വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശരത്ത് ആളുകളുടെ സംസാരവും ആൾക്കൂട്ടൊക്കെ കണ്ടിട്ട് ആകെ പേടിക്കുന്നുണ്ട്. അപ്പൊ ശരത്ത് തൊട്ടിപ്പുറത്ത് നിന്ന് ആളോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എന്തു പറ്റിയതാ? ആക്സിഡന്റാ. ഒരു ലോറിയുടെ മുന്നിലേക്ക് നേരെ കൊണ്ടിടിച്ചു. കാറുകാരന്റെ ഭാഗത്താ തെറ്റ്. ഒരു ടാക്സിക്കാരാ. ടാക്സിക്കാരോ? അയ്യോ, ടാക്സിക്കാരാണെങ്കിൽ ചിലപ്പോൾ സച്ചേട്ടൻ അറിയുന്ന ആരെങ്കിലും ആവും. ഇതും പറഞ്ഞുകൊണ്ട് ശരത്താണെങ്കിൽ നേരെ റോഡിനരികിലേക്ക് ചെല്ലാണ്. അപ്പോഴാണ് സച്ചിയുടെ കാർ അവിടെ കാണുന്നത്. നമ്പർ പ്ലേറ്റ് ഒക്കെ ഒരു ഭാഗത്ത് തെറിച്ച് പോയി വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. ആ നമ്പർ പ്ലേറ്റ് ചവിട്ടിയാണ് ശരത്ത് മുന്നോട്ട് നീങ്ങുന്നത്. പെട്ടെന്നാണ് മുന്നോട്ട് വെച്ച കാല് ശരത്ത് പിന്നോട്ട് വെച്ചിട്ട് ആ ബോർഡിലേക്കൊന്ന് നോക്കുന്നത്, ആ നമ്പർ പ്ലേറ്റിലേക്ക്. ഈശ്വര, ഇത്
സച്ചിയുടെ കാറിന്റെ നമ്പർ അല്ലേ? പെട്ടെന്ന് തന്നെ ശരത്ത് കയ്യിലുള്ള പച്ചക്കറി വലിച്ചെറിഞ്ഞ് ആൾക്കൂട്ടത്തിനകത്തോട്ട് കയറുകയാണ്. അങ്ങനെ ശരത്ത് ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്താണ് കേട്ടോ സുധി ചോര വാർന്നു കിടക്കുന്നത് കാണുന്നത്. അയ്യോ സുധീട്ടാ മോനെ, നിനക്കറിയാവുന്ന ആളാണോ? അതെ, എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ ഏട്ടനാ. ആണോ? എന്നാ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. നിങ്ങളൊക്കെ എന്താ ചേട്ടന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒരു വണ്ടി വിളിക്ക്. മോനെ, ഇത് തൊട്ടാ വലിയ കേസാവും. മോന്റെ റിലേറ്റീവ് അല്ലേ, അങ്ങനെയാണെങ്കിൽ മോ തന്നെ കൊണ്ടുപോകും. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്കൊന്നും ഇത്തിരി പോലും മനസാക്ഷി ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഇത്രയും മനസാക്ഷിയുള്ളൂ. ഇതിന്റെ പിന്നാലെ നടന്നാലേ പിന്നെ നമ്മൾ കോടതി കയറേണ്ടി വരും അല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് ഇപ്പൊ വരും. അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധിയെ പിടിച്ച് പെട്ടെന്ന് ആംബുലൻസിലോട്ട് കയറ്റുന്നുണ്ട്. ആംബുലൻസിനകത്തോട്ട് ശരത്തും കയറുന്നുണ്ട്. ഈശ്വര, ഈ സുധിയേട്ടൻ ഇതെന്താ പറ്റിയത്? അവിടെ നിന്നവരൊക്കെ പറഞ്ഞത് സുധിയേട്ടന്റെ ഭാഗത്താ തെറ്റുന്ന. ഈ സുധിയേട്ടൻ എന്തിനാ സച്ചേട്ടന്റെ കാറുമായിട്ട് ഇറങ്ങിയത്? എല്ലാം ഇങ്ങേര് ചെയ്തു കൂട്ടിയതിന് കിട്ടിയതായിരിക്കും. അയ്യോ, എന്തായാലും ഈ വിവരം സച്ചേട്ടൻ അറിയിക്കണല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ശരത്ത് പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിക്ക് പെട്ടെന്ന് വിളിക്കുകയാണ്. അയ്യോ, ഈ സുധിയേട്ടന്റെ തലപൊട്ടി കുറേ ബ്ലഡ് പോയിട്ടുണ്ടല്ലോ. പെട്ടെന്നാണ് കേട്ടോ സച്ചി ഫോൺ എടുക്കുന്നത്. ഹലോ, എന്താടാ? എന്തെല്ലാം ആവശ്യമുണ്ടോ? സച്ചേട്ടാ, എന്താടാ നിന്റെ സൗണ്ട് എന്താ വല്ലായിരിക്കുന്നത്? എന്തു പറ്റി? അത് പിന്നെ സച്ചേട്ടാ, ഇതും പറഞ്ഞുകൊണ്ട് ശരത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത്? അതെ സച്ചേട്ടാ, എൻ്റെ കൂടെ 1-2 പേരും കൂടി കയറിയിട്ടുണ്ട്. സുധിയേട്ടന് ബോധമില്ല. അയ്യോ, എന്തൊക്കെയാ സംഭവിക്കുന്നേ? ശരത്തെ, സുധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും അറിയില്ല, ബോധം പോയിരിക്കുക. ശരത്തെ, ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ടെത്താം. നീ തൽക്കാലം ആരും വിവരം അറിയിക്കേണ്ട. ശരി സച്ചേട്ടാ. പെട്ടെന്ന് തന്നെ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോണ്ട് വരുന്ന രവി ചോദിക്കുന്നുണ്ട്, സച്ചി, നീ ഇതെങ്ങോട്ട് പോവാ? അല്ല, സുധി നിന്റെ കാറ് കൊണ്ട് തന്നോ? എടാ, നിന്നോടാ ചോദിക്കുന്നേ. സച്ചി എന്തോ ആലോചനയിലാണ് കേട്ടോ. ഇല്ലച്ചാ. അച്ഛാ, ഞാനിപ്പോ വരാം. ഇതും പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിക്കുന്നത് പോലും കേൾക്കാതെ സച്ചി പെട്ടെന്ന് തന്നെ റോട്ടിലോട്ട് ഓടുകയാണ് കേട്ടോ. ഷോ, ഇവനിത് എന്തു പറ്റി? അപ്പ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളുടെ മോനല്ലേ, നിങ്ങൾ പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് നിങ്ങൾ വലിയ വാചകടിയായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തു പറ്റി? നിങ്ങൾ പറയുന്ന പോലും കേൾക്കാതെ അവൻ പോകുന്നത്. അവനങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാതെ എങ്ങോട്ടും പോവില്ല. ഇതവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മോൻ മാത്രം വലിയ നന്മമരം. അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ പഴയ സച്ചി തന്നെയാ. എന്തോ എൻ്റെ മനസ്സ് പറയുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ രവിയേട്ടാ, വെറുതെ ആ പയ്യൻ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവൻ എവിടേക്കെങ്കിലും പോട്ടെ. പെട്ടെന്ന് സച്ചി ആണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അങ്ങനെ സച്ചി ഹോസ്പിറ്റലിൽ എത്തുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഓട്ടോക്കാരന് 100 രൂപ കൊടുത്തിട്ടാണ് പോകുന്നത്. ചേട്ടാ, ബാക്കി വേണ്ടേ? എന്നാൽ സച്ചി ബാക്കി കൂടി വാങ്ങിക്കാതെയാണ് കേട്ടോ അകത്തോട്ട് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ICUയുടെ സെക്ഷനിലേക്ക് എത്തുകയാണ്. എടാ ശരത്തെ, സുധി എവിടെ? അവൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? സച്ചേട്ടാ, സുധിയേട്ടന്റെ അവസ്ഥ കുറച്ച് ഗുരുതരാ. അയ്യോ എടാ, അവൻ എന്താ സംഭവിച്ചത്? ഡോക്ടർ എവിടെ? അപ്പോഴാണ് കേട്ടോ ഡോക്ടർ ICUയുടെ അകത്തൊന്ന് പുറത്തോട്ട് വരുന്നത്. ഡോക്ടറെ, സുധിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ എമർജൻസി ആയി കൊണ്ടുവന്ന പേഷ്യന്റ് ആണോ? അതെ, കണ്ടീഷൻ പറയാനായിട്ടില്ല. ആൾക്ക് ബോധം വന്നിട്ടില്ല. പിന്നെ തലയുടെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു പൊട്ടലുണ്ട്. അത് കുറച്ച് പാടുപെടുത്തു. ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വന്നേക്കാന്നല്ല, മിക്കവാറും വേണ്ടി വരും. അയ്യോ ഡോക്ടർ, എൻ്റെ ഏട്ടൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി നോക്കും. പിന്നെ എല്ലാം ദൈവത്തിന്റെ കൈകളിലാ. പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിൽ കാണണമെങ്കിൽ കണ്ടോളണമെന്ന് പറയണം. ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് പിന്നെ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ, എന്നെ കൊണ്ട് കഴിയുന്ന പൈസ മുഴുവൻ തരാം. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം തന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. ടേക്ക് കെയർ. ഇതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം തന്നെ ശരത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ എന്താ ഡോക്ടർ പറഞ്ഞത്? എനിക്കറിയില്ല എന്താ അവന് സംഭവിച്ചത്. എടാ ശരത്തെ, എന്തിനേ സുധി ഇങ്ങനെ ചെയ്തത്? അറിയില്ല സച്ചേട്ടാ, സുധിയേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇടിക്കുകയായിരുന്നു. സുധിയേട്ടൻ ഒന്നും പറ്റില്ല. സച്ചേട്ടൻ കരയാതിരിക്കി. സച്ചേട്ടാ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വിവരം വീട്ടിൽ അറിയിക്കണ്ടേ? എടാ, ഞാൻ എങ്ങനെയാടാ പറയാം ഈ വിവരം? എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ ഞാൻ എങ്ങനെ പറയും? പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സച്ചേട്ടാ. എന്നായാലും എല്ലാവരും അറിയണ്ടേ. സച്ചേട്ടൻ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ളവരെ വിളിച്ചോണ്ട് വാ. ഇവിടെ ഞാനുണ്ടല്ലോ. ഞാൻ വിളിക്കില്ല, എനിക്കതിന് കഴിയില്ല. സച്ചേട്ടാ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അല്ലെങ്കിൽ പിന്നെ ശ്രീകാന്തിനെ വിളിച്ച് വിവരം അറിയിക്കണം. എടാ ശരത്തെ, എനിക്ക് കൈയും കാലും വിറയ്ക്കുന്നു. സച്ചേട്ടാ, സുധിയേട്ടന് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ വേണം മനസ്സിൽ കരുതാൻ. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചേച്ചിയെ വിളിച്ച് വിവരം പറയാം. അത് വേണ്ട, ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞോളാം. അവന് അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിച്ചോളൂ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് കേട്ടോ. ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് ഞെട്ടി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. സച്ചേട്ടാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ, നീ എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയായിട്ട് ഇങ്ങോട്ട് വാ. സച്ചേട്ടാ, സത്യം പറ, സുധീട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? എടാ, ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ ഒന്നും പറയാനായിട്ടില്ലെന്നാ പറഞ്ഞത്. നീ അച്ഛനും അമ്മയും കൊണ്ട് ഇങ്ങോട്ട് വാ. ശരി സച്ചേട്ടാ. സച്ചേട്ടൻ വെച്ചോ,
ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ശരി. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ശ്രീകാന്ത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അച്ഛാ. ആ എന്താടാ? അത് പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകണം. ഒരു സ്ഥലം വരെ പോകണമെന്നോ? എങ്ങോട്ട്? അത് അച്ഛാ അമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണം. എന്ത്? ഹോസ്പിറ്റലിലോട്ടോ? എന്തിന്? എടാ എന്താടാ? അത് പിന്നെ സുധിയേട്ടന് ഒരു ആക്സിഡൻറ്റ് പറ്റി. നമ്മളോട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ സച്ചേട്ടൻ വിളിച്ച് പറഞ്ഞു. എന്ത്? അയ്യോ, എൻ്റെ സുധിക്ക് എന്ത് പറ്റി? അമ്മ ടെൻഷൻ ആകണ്ട. സുധിയേട്ടന് ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റി. അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് വാ. എടാ എന്താണ് സുധിക്ക് പറ്റിയത്? അത് പിന്നെ എന്താന്നൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയാലേ അറിയുള്ളൂ. സച്ചേട്ടൻ ഒന്നും തറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അയ്യോ എൻ്റെ മോന്. ഈശ്വര. ശ്രീകാന്തേ പറയൂ ശ്രീകാന്തേ, എന്താ എൻ്റെ മോന് പറ്റിയത്? അമ്മ ഇങ്ങനെ കരയില്ലേ? നമുക്ക് അങ്ങോട്ട് ചെല്ലാം. രവിയേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. എൻ്റെ മോനെ കണ്ടേ പറ്റൂ. എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ചന്ദ്രേ, നീ ഇങ്ങനെയൊന്നും പറയാതെ. ചന്ദ്രേ നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും കൂടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് കൂട്ട് രേവതിയാണ്. അപ്പോൾ രേവതി വർഷയോട് പറയുന്നുണ്ട്, എന്നാലും ശ്രുതി പോയ പിന്നെ അങ്ങേരുടെ മനസ്സ് ഇവിടെയൊന്നും ആയിരുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്നാൽ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അയ്യോ പാവം, കള്ളം മാത്രം പറഞ്ഞ് സുധിയേട്ടനെ പറ്റിച്ചതാ. ഇതിനൊക്കെ എല്ലാത്തിനും കാരണക്കാരി ആ ശ്രുതി ചേച്ചിയാ. സത്യം പറയല വർഷേ, എനിക്ക് അവളെ ഇടിച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അത് പിന്നെ എനിക്കില്ലാതിരിക്കോ? വല്ല പോഴ്സനും കൊടുത്ത് കൊല്ലാനാ ഞാൻ കരുതുന്നത്. അവക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രമതിയെയും രവിയും ശ്രീകാന്തിനെയാണ് കേട്ടോ. ചന്ദ്രമതി ഓടി വന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എടാ സച്ചി, എൻ്റെ മോൻ എന്താ പറ്റിയത്? അമ്മേ സുധി ഐസിയുലാ. ഐസിയുലോ? രവിയേട്ടാ, എൻ്റെ മോൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഇവ മറച്ചു വെക്കുക. എടാ സച്ചി, എന്താന്ന് വെച്ചാൽ പറയ്. ഒന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ കാണണമെങ്കിൽ കാണാന്നാ പറഞ്ഞത്. എന്ത്? അപ്പോൾ സുധിക്ക് എന്താ പറ്റിയത്? ഒന്നും അറിയില്ല അച്ഛാ. ഇതും പറഞ്ഞ് സച്ചി കരയുന്നത് കണ്ടപ്പോൾ ചന്ദ്ര അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ. അയ്യോ എൻ്റെ മോന്. രവിയേട്ടാ, നമ്മുടെ മോന്. ചന്ദ്രേ നീ കരയാതിരിക്കെ, ഇത് ഹോസ്പിറ്റലാ. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഡോക്ടറെ, ഉള്ളിലിരിക്കുന്ന സുധിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? സുധിയുടെ പാരൻസ് ആണോ? അതെ, ഞങ്ങൾക്കൊന്നും പറയാനായിട്ടില്ല. തലയുടെ ബാക്കിലൊരു ഇഞ്ചുറി ഉണ്ട്. അത് ശരിയാക്കിക്കൊണ്ടിരിക്കുക. സർജറി ആവശ്യം വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് പറയാം. നിങ്ങൾ അതിനുള്ള ബില്ല് സെറ്റിൽ ചെയ്യണം. ഒരു 5 ലക്ഷം രൂപയാവും. അപ്പോൾ സച്ചിയുടെ മുഖത്തോട്ട് രവി നോക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടറെ, 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാം. ആ സർജറി എത്രയും പെട്ടെന്ന് നടക്കണം. ശരി. രവിയേട്ട, എൻ്റെ മോന്. എനിക്ക് അവനെ കാണണം രവിയേട്ട. ചന്ദ്രേ, ഐസിയിലോട്ട് അങ്ങനെ കയറാൻ പാടില്ല. ഇപ്പോൾ അവൻ്റെ തലയിൽ പൊട്ടൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. രവിയേട്ട, എൻ്റെ മോന് രക്ഷപ്പെടില്ലേ രവിയേട്ട. ചന്ദ്രേ, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക. അവനൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും കാരണം അവൾ ഒറ്റൊരുത്തിയാ. ആ നാശം പിടിച്ചവൾ ഒറ്റൊരുത്തി എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയില്ലേ രവിയേട്ട. അവളെ ഞാൻ വെച്ചേക്കത്തില്ല. എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച. ചന്ദ്രേ, ഇപ്പൊ പകയും വാശിയല്ല വേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടത്. അയ്യോ എൻ്റെ മോന്. പിന്നെ കാണിക്കുന്നത് മീരയാണ് കേട്ടോ. മീര ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെ മീര കാണുന്നത്. ആഹാ, ഇത് മഹേഷ് ആണല്ലോ. സച്ചിക്ക് എന്തൊക്കെ സംഭവിച്ചോന്ന് മഹേഷ് അറിയാതിരിക്കില്ലല്ലോ. മഹേഷേട്ടാ. മീരയോ? എന്താ മീരേ? അല്ല, ഇന്ന് ഓട്ടോ ഇല്ലേ? ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോയില്ല. അതെന്തു പറ്റി? അല്ല, സച്ചി ഇവിടെ കാണാനില്ലല്ലോ. സച്ചിക്ക് ഓട്ടം കിട്ടിയപ്പോൾ പോയി കാണുമല്ലേ? അല്ല, അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തറിയാൻ? ഇയാൾ പറയാൻ പോകുന്നത് സച്ചിക്ക് വല്ലതും സംഭവിച്ചെന്നായിരിക്കും. അത് ശരി. അപ്പം കൂട്ടുകാരി ഒന്നും അറിഞ്ഞു കാണില്ലല്ലോ. ഏത് കൂട്ടുകാരി? ഞാൻ ശ്രുതിയുടെ കാര്യമാണ് പറഞ്ഞത്. എന്തു പറ്റി? സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതെന്താ സച്ചിക്ക് എന്തെങ്കിലും പറ്റിയോന്ന് മീര ചോദിച്ചത്? അത് പിന്നെ സച്ചി നിങ്ങളുടെ കൂട്ടുകാരനാണല്ലോ. സച്ചിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ സച്ചിയുടെ ഏട്ടന് സംഭവിച്ചു. സച്ചിയുടെ ഏട്ടനോ? അത് ശ്രുതിയുടെ ഭർത്താവല്ലേ? പിന്നെ അതല്ലാതെ വേറെ ഏതെങ്കിലും ഏട്ടനുണ്ടോ? അയ്യോ, ശ്രുതിക്ക് എന്താ സംഭവിച്ചേ? ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് അറിഞ്ഞത്. സച്ചിയുടെ കാറും എടുത്ത് രാവിലെ പോയതാ. ഈശ്വരാ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ. എന്ത്? ഒന്നുമില്ല. അയ്യോ, ഞാനെന്നാ ഈ വിവരം ശ്രുതി അറിയിക്കട്ടെ. ചെല്ല്. അവളൊക്കെ കാരണം ആ മനുഷ്യൻ ഇങ്ങനെ സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ മീര് നേരെ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീര് വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തി വീട്ടിനകത്തോട്ട് കയറുന്ന സമയത്ത് മൂളിപ്പാട്ടും പാടിയിട്ട് ശ്രുതി നെയിൽ പോളിഷ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഡേ, അയ്യോ മീര, നീയോ? മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. എന്താടി? ഒന്നും അറിയാതെ നെയിൽ പോളിഷ് ഇട്ടിരുന്നോ? എന്തു പറ്റിടി? സച്ചിക്ക് ആക്സിഡന്റ് സംഭവിച്ചോ? സംഭവിച്ചു. നല്ല ഒന്നാന്തര ആക്സിഡന്റ്. ടിപ്പർ ലോറിയാ കയറിയത്. അയ്യോ, ടിപ്പർ ലോറിയോ?
കഷ്ടമായി പോയിട്ടോ. അവന്റെ മേലിലൂടെ ആ ടയർ അരിച്ചു പോയിട്ടുണ്ടാവും. ഷോ, നിന്നെ സമ്മതിക്കണേടി. എന്നാലും നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. മനസാക്ഷി ഇല്ലാത്തവള്. എടി, എന്നെക്കുറിച്ച് പറയുമ്പോ അവന് 100 നാക്കാണല്ലോ. അപ്പ പിന്നെ ഇത് കൂടിപ്പോയിട്ടൊന്നുമില്ല. അല്ല, അവന്റെ അവസ്ഥ എന്താ? നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ഗുരുതരാവസ്ഥയിലാ. കുറച്ചാ രേവതി കണ്ണീര് കുടിക്കട്ടെ. എന്നാ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിലുള്ള ദോഷങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്കൊക്കെ തോന്നട്ടെ. എന്നിട്ട് എന്നെ തിരികെ വിളിക്കട്ടെ. നല്ല കാര്യമായിപ്പോയി. അതിന് സുധി ജീവനോടുണ്ടെങ്കിലല്ലേ. എന്താ മീര നീ അങ്ങനെ പറഞ്ഞേ? എടി മരക്കഴുതേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട്. എന്നുവെച്ചാ? എടി, ഇന്ന് രാവിലെ സച്ചി വണ്ടിയായിട്ട് പോകുന്ന സമയത്തെ സുധിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വഴിയിലൂടെ പോകുന്ന സച്ചി വഴിയരികെ സുധി നിൽക്കുന്ന കണ്ടിട്ട് കാർ ഒതുക്കി അവിടെ ഇറങ്ങി. എന്നിട്ട് എന്താവാനാ? സ്ഥിരം പല്ലവി. നിന്റെ ഭർത്താവ് സച്ചിയെ പറ്റിച്ച് സച്ചിയുടെ കാറുമായിട്ട് പോയി. ഏതോ ക്ലൈന്റ് അർജന്റായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മീരെ, എന്നിട്ട് സുധിക്ക് എന്താ പറ്റിയേ? സുധി ഇപ്പൊ ഗുരുതരാവസ്ഥയിലാ, ഹോസ്പിറ്റലില്. അയ്യോ മീര, എന്നെ പിടിക്കേ. ഇതും പറഞ്ഞോണ്ട് ശ്രുതി തല കറങ്ങി വീഴാണ്. ശ്രുതിയാണെങ്കിൽ താഴെ പോയി അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിന്റെ ബാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.